മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം 61.3% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയതിനു ശേഷം ഉയർന്നുകേട്ട നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാകും രാജ്യം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയിലെ 48 മണ്ഡലങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ഫലം. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ സ്വാധീനിച്ച ഘടകങ്ങൾ നിരവധിയാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രശ്നങ്ങൾ, മറാഠ സംവരണം തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും ജനശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ മറ്റൊരു പ്രധാന ഘടകം പ്രാദേശിക വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന മഹാരാഷ്ട്രീയൻ വോട്ടുകളാണ്. മറാഠികൾക്ക് ജോലിയും അവസരങ്ങളും ഉറപ്പാക്കുന്നതിനായി മണ്ണിന്റെ മക്കൾവാദവുമായാണ് ബാൽ താക്കറെ 1966 ശിവസേന രൂപീകരിച്ചത്. ഇതേ ശിവസേനയെ നെടുകെ പിളർത്തിയാണ് വിശ്വസ്തനായിരുന്ന ഏക്നാഥ് ഷിൻഡെ വിമത നീക്കത്തിലൂടെ അധികാരത്തിലേറിയത്. ശിവസേന എന്ന പേരും താക്കറെ കുടുംബത്തെയും ഒരുപോലെ സ്വീകരിച്ച പ്രാദേശിക ജനത ഉദ്ധവിനെയും ഏക്നാഥ് ഷിൻഡെയും ഏത് രീതിയിലായിരിക്കും വരവേൽക്കുക എന്നതിനുള്ള മറുപടി കൂടിയാവും ജൂൺ 4. ചിഹ്നവും പേരും നഷ്ടമായത് തിരിച്ചടിയാണെങ്കിലും നരേന്ദ്രമോദിയുടെ വ്യാജ ശിവസേന എന്ന പരിഹാസവും ജാരസന്തതി എന്ന അധിക്ഷേപവും മറാഠ വികാരം ആളിക്കത്തിക്കുന്നതായിരുന്നു. ശക്തനായ മറാഠ നേതാവ് ശരത് പവാറിനെയും നരേന്ദ്രമോദി വെറുതെ വിട്ടിരുന്നില്ല. जिनकी इच्छाएं पूरी नहीं होती, जिनके सपने अधूरे रह जाते हैं, वो आत्माएं भटकती रहती है. हमारा महाराष्ट्र भी ऐसी भटकती आत्माओं का शिकार हो. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രിൻസ് വൈദ്യൻ കരുതുന്നത്. ഉദ്ധവ് ഠാക്കറെയുടെ സഹതാപ തരംഗം, താക്കറെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം, 2 ബഹുമാനപ്പെട്ട ശരത് പവാറിൻ്റെ സഹതാപ തരംഗം, 3 ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദിയുടെ ലൂസ് ടോക്ക്. പ്രാദേശികവാദവും ഹിന്ദുത്വവും ഉയർത്തിപ്പിടിച്ചായിരുന്നു താക്കറെ ശിവസേനയുടെ അടിത്തട്ട് ഉറപ്പിച്ചത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി മഹാരാഷ്ട്രയിലെ മുസ്ലിം വോട്ടുകൾ ശിവസേനയുടെ പെട്ടിയിൽ വീണതും ഇന്ത്യ ബ്ലോക്കിന് നേട്ടമുണ്ടാക്കും. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു കാലത്ത് ശിവസേനയ്ക്കെതിരായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി മൈനോറിറ്റികളുമെല്ലാം ഒരുമിക്കുമ്പോൾ എങ്ങോട്ട് പോകും എന്ന് ഇപ്പോൾ വിലയിരുത്താനൊക്കത്തില്ല. ബാൽ താക്കറെ വിരൽ ഞൊടിച്ചാൽ മുംബൈ നിശ്ചലമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. बॉम्बेचं बंबई, बंबईचं मुंबई आणि आता सगळ्यांनी त्याचा वापर करायचा. मुंबई याखेरीज दुसरं काही नाही. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും ശിവസേന എന്ന സംഘടനയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല. യഥാർത്ഥ ശിവസേന പാരമ്പര്യം ആർക്കെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി താക്കറെ പക്ഷത്തിനും ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന വിമത പക്ഷത്തിനും മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ജൂൺ 4 പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമാകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.